അയാത്തുള്ള ഖമാനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. 90 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളുമായിട്ട് വസ്തുക്കളുമായിട്ട് അമേരിക്കയെ പേടിച്ച്, ഇസ്രയേലിനെ പേടിച്ച്, ഇറാനിലെ പ്രക്ഷോഭകാരികളെ പേടിച്ച് റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു എന്നുള്ള വലിയ വാർത്തകൾ നൽകുകയാണ് ഇസ്രയേലും അമേരിക്കയും. അതുപോലെ തന്നെ യൂറോപ്പിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ട്രംപിൻ്റെ ഒരു ഭീഷണി വരുന്നു, ഖമാനിയെ അങ്ങ് ഇല്ലാതാക്കി കളയും. നെതന്യാഹുവിൻ്റെ ഭീഷണി വരുന്നു, ഇറാനിലെ പ്രക്ഷോഭകരോടൊപ്പം ഞങ്ങൾ കൂടും, അവരെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിവരമറിയും എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളികൾ ഖമാനിക്ക് നേരെ ഉയർത്തുന്നതിനിടയിൽ ഖമാനിയുടെ പട്ടാളം അഥവാ ഇറാൻ സൈന്യം അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവെക്കുന്നു. ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വെനസ്വേലയിലെ പ്രസിഡന്റിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് വലിയ പുളങ്കം കൊണ്ട് നിൽക്കുന്ന അമേരിക്കയെ നാണം കെടുത്തുന്ന ഒരു വീഡിയോ ആയിപ്പോയി. സംഭവം ഇറാനിലെ പ്രക്ഷോഭം നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ചില സത്യങ്ങളുണ്ട് എങ്കിൽ പോലും ഈ ഒരു വീഡിയോ സത്യത്തിൽ അമേരിക്കയെ നാണം കെടുത്തി എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. കാരണം അമേരിക്കൻ സൈന്യം കരയുന്ന, അവർ തടവിലാക്കപ്പെട്ടിട്ടുള്ള, അവർ ഭയന്ന് ഇറാൻ്റെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ ചില സൈനികർ കരയുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇറാൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു സൈന്യം ഇത്രമേൽ ഭയപ്പെട്ട് പേടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ പുറത്തു വരിക എന്ന് പറയുന്നത് ലോക പോലീസ് ചമഞ്ഞു നിൽക്കുന്ന, ഡെൽറ്റ ഫോഴ്സിൻ്റെ മഡോറോയുടെ അറസ്റ്റൊക്കെയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈന്യം വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇറാൻ കാണിച്ചത് നിങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ വേറെ ലെവലായിരിക്കാം, ഞങ്ങളുടെ അടുത്തതാ ഇതുപോലെ മുട്ടുകുത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 16 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇറാനിൽ നിലവിൽ നടക്കുന്നത് എന്താണ്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ, ഇറാൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 16 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇറാൻ അന്താരാഷ്ട്ര ലോകത്ത് ശക്തരാണ്. സൈനികമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണിൻ്റെ കാര്യത്തിൽ, മിസൈലിൻ്റെ കാര്യത്തിൽ, പ്രതിരോധ രംഗത്ത് 10-1 അല്ലെങ്കിൽ 5-1 ഇറാൻ്റെ ബലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ലോകത്തിന് അറിയാത്ത മിസൈൽ സാങ്കേതിക വിദ്യകൾ ഇറാൻ ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഡ്രോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉക്രൈനിലേക്ക് റഷ്യ തൊടുത്തുവിട്ട ഡ്രോണുകളിൽ ഇറാൻ്റെ എണ്ണമറ്റ ഡ്രോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അത്രയും പ്രതിരോധ രംഗത്ത് അവർ തിളങ്ങി നിൽക്കുമ്പോഴും ആഭ്യന്തര കാര്യത്തിൽ, അതായത് സ്വന്തം ജനങ്ങളുടെ കാര്യത്തിൽ ഇറാന് വീഴ്ച പറ്റി എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. കാരണം ഇറാൻ്റെ പണത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ഇറാൻ്റെ പണത്തിൻ്റെ മൂല്യം ഡോളറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കടലാസിന് തുല്യമായിരിക്കുകയാണ്. പണപ്പെരുപ്പം ഒരു പരിധിക്കപ്പുറത്ത് ഇറാൻ്റെ കാർന്ന് തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യം ഇറാനിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ആവശ്യ സാധനങ്ങളൊന്നും ഇറാനിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ലഭിച്ചാൽ തന്നെ അതിനൊടുക്കത്തെ കത്തുന്ന വിലയാണ്. സാധാരണ മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇറാനിൽ നടക്കുന്ന സമരം യഥാർത്ഥത്തിൽ ഇറാനിലെ സാധാരണ കച്ചവടക്കാർ തുടങ്ങിയ ഒരു സമരമാണ്. ആ സമരം വ്യാപിച്ചിട്ടാണ് കുറേ വിദ്യാർത്ഥികളൊക്കെ ഏറ്റെടുത്ത് വരികയും ആ സമരത്തെ ഇറാൻ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ വീഴ്ച പറ്റിപ്പോയി ആദ്യം. കാരണം ആ സമരത്തെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനപ്പുറം ആ സമരത്തെ അടിച്ചമർത്തുന്ന ഒരു രീതി ഖമാനിയാണെങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് പറയുകയുണ്ടായി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാത്തുള്ള ഖമാനിക്കും ഇറാൻ ഭരണകൂടത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. കാരണം ആ ഒരു തിരിച്ചടിയിൽ നിന്നാണ് അമേരിക്ക മുന്നോട്ട് വരുന്നത്. അമേരിക്ക പറയുന്നത് ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ എന്തിനാ കടന്നു പോകുന്ന ജനങ്ങളെ, നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ എന്നുള്ളതാണ്.
അമേരിക്ക പ്രക്ഷോഭകാരികൾക്ക് വ്യക്തമായ പിന്തുണയും കൊടുത്തു. കാരണം നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ആക്രമാന്തരീക്ഷം വിട്ട ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയിലെ ജനങ്ങൾ ലോകത്തെ മറ്റേത് രാജ്യങ്ങളെക്കാൾ സുരക്ഷിത രാജ്യങ്ങളാണ്. പക്ഷെ ഇറാൻ ഇത്രയും വലിയ പ്രതിസന്ധി നേരിടാൻ കാരണവും കൂടി നമ്മൾ തിരിച്ചറിയണം. അത് 1979 ശേഷമുള്ള അമേരിക്കയുടെ ഉപരോധം. ഓരോ വർഷങ്ങളിലും അമേരിക്ക ഉപരോധങ്ങളുടെ ഒരു വലിയ മല തന്നെ ഇറാന് മുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ആ മല തകർക്കാനോ അതിനെ ഒരു പരിധിക്കപ്പുറത്ത് നീക്കാനോ ഇറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു ഇറാന്റെ വലിയ വലിയ വെല്ലുവിളി തന്നെയാണ് ഇറാൻ. ഇപ്പൊ ഇറാൻ നിലവിൽ നേരിടുന്ന ആഭ്യന്തര വിഷയത്തിൽ ഇറാൻ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിന് കാരണം അമേരിക്ക അടങ്ങുന്ന ആളുകളുടെ ഉപരോധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രക്ഷോഭം വ്യാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പ്രക്ഷോഭം വ്യാപിച്ചു കഴിഞ്ഞാൽ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ സംഭവിച്ചതുപോലെയല്ല. ഇറാനിലെ സൈന്യം ശക്തരാണ്, ഇറാന്റെ സൈനിക ബലം ശക്തിയുള്ളതാണ്. അങ്ങനെ പെടുന്നതിനെ ഒന്നും ഇറാൻ ഭരണകൂടത്തെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ജനം ഇളകിക്കഴിഞ്ഞാൽ ആരായാലും വീണു പോകും. പക്ഷേ അയാത്തുള്ള ഖമാനിയും കൂട്ടരും നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈ സമരത്തെ ഏറ്റെടുക്കുന്നുണ്ട്. അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് പരിഹരിക്കാതെ അയത്തുള്ള ഖമാനിക്ക് രക്ഷയില്ല. ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത് അയത്തുള്ള ഖമാനിയും സംഘവും റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, അയാത്തുള്ള ഖമാനി ആരാണ്? ഒരുപക്ഷെ റഷ്യയേക്കാൾ, ചൈനയേക്കാൾ, അല്ലെങ്കിൽ റഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള പുടിനേക്കാൾ, അല്ലെങ്കിൽ നോർത്ത് കൊറിയ കിങ് ജോങ്ങിനേക്കാൾ, ഷി ജിൻപിങ്ങിനേക്കാൾ വളരെ വ്യക്തമായിട്ട് അമേരിക്കയെ പേരെടുത്ത് വെല്ലുവിളിച്ച് ട്രംപിനെയൊക്കെ പേരെടുത്ത് വെല്ലുവിളിച്ച് നേരിടുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ലോകം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അത്രയും ശക്തനായ ഒരാളെ വളരെ നിസാരമായി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ ഇളകിക്കഴിഞ്ഞാൽ ഒന്നിനും വലിയില്ല എന്നുള്ളതാണ്. ഹിറ്റ്ലർ ആണെങ്കിലും മസോളിനി ആണെങ്കിലും നാളെ ട്രംപ് ആണെങ്കിലും, അമേരിക്കയിൽ സംഭവിച്ചാൽ ട്രംപ് ആണെങ്കിലും ഈ പറയുന്ന നെതന്യാഹു ആണെങ്കിലും എല്ലാവരും കണക്കാണ്. ജനത്തിന് മുന്നിൽ ജനങ്ങളുടെ കാര്യം നോക്കാതെ, ജനങ്ങളെ നന്നായി സേവിക്കാതെ ഒരു രാജ്യത്തിനും ഒരു ഭരണാധികാരിക്കും സമാധാനത്തോടു കൂടിയിട്ട് ഭരിക്കാനാകില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പ്രതിസന്ധികൾക്കിടയിലും അമേരിക്കയുടെ വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഞങ്ങൾ അമേരിക്കയൊക്കെ നേരിടേണ്ടതുപോലെ നേരിട്ടിട്ടുണ്ട്, അമേരിക്കൻ സൈന്യത്തെയൊക്കെ ഞങ്ങളിതാ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കിയിട്ടുണ്ട് എന്നുള്ള ഇത്തരം വീഡിയോകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിലും ധൈര്യം ചോരാതെ നിൽക്കുന്ന ഖമാനിയുടെ പട്ടാളത്തെ കാണുമ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു വലിയ ആശ്ചര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഞെട്ടലാണ്.